ഹോർമൂസ് പ്രതിസന്ധിയിൽ നേരിയ അയവ് വന്ന സാഹചര്യത്തിൽ എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി കേന്ദ്രം. പെട്രോളിയം മന്ത്രാലയമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ജനങ്ങൾക്ക് മേൽ അമിതഭാരമായ പാചകവാതക വിലയിൽ മാറ്റമുണ്ടായേക്കും. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന് വില കുറയ്ക്കാൻ തീരുമാനമായി. ഗാർഹിക സിലിണ്ടർ വിലയിൽ ഉൾപ്പെടെയുള്ള മാറ്റത്തിന്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് വിവരം. എണ്ണ ഇറക്കുമതിയിൽ നേരിട്ടിരുന്ന പ്രതിസന്ധിയിൽ ഉൾപ്പെടെ അയവ് സംഭവിച്ചിട്ടുണ്ടെന്നും അതിനാൽ വിതരണ ശൃംഖലയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. വിലക്കുറവിലെ അന്തിമ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഇനിയും ചർച്ചയുണ്ടാകും. എണ്ണ കമ്പനികൾ ലാഭത്തിലെത്തിയെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വാണിജ്യ സിലിണ്ടർ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കുന്നതായി കേന്ദ്രം ഇന്നലെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹോട്ടൽ മേഖലകൾ ഉൾപ്പെടെ കൂടുതൽ ആശ്വാസമായി പുതിയ വിവരം പുറത്തുവരുന്നത്. നിയന്ത്രണം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. യുദ്ധത്തിനു മുൻപുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. ഹോർമൂസിലെ പ്രതിസന്ധി കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ധനവിലയിലും കുറവ് വരുത്താൻ എണ്ണ കമ്പനികൾ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതേസമയം രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകളിൽ ഉടൻ കുറവുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധസമയത്ത് തങ്ങൾക്കുണ്ടായ നഷ്ടം നികത്തുന്നതുവരെ വില കുറയ്ക്കേണ്ടതില്ലെന്നാണ് എണ്ണ കമ്പനികളുടെ നിലപാട്. എല്ലാ മാസവും 1-ാം തീയതിയാണ് വില ഏകീകരിക്കുന്നത്. അതിനു മുൻപ് തന്നെ നിലപാട് എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ക്രൂഡ് ഓയിൽ വില യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് എത്തിയതോടെയാണ് വില കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമായത്. മെയ് മാസത്തിൽ പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ വിൽപ്പനയിലൂടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് മാത്രം പ്രതിദിനം 1000 കോടി രൂപയുടെ വരെ വരുമാനം നഷ്ടമായിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്ത് എണ്ണവില വർദ്ധിച്ചതോടെ നഷ്ടം 500 മുതൽ 600 കോടിയായി കുറഞ്ഞു. മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ കമ്പനികളുടെ മൊത്തം നഷ്ടം 1 ലക്ഷം കോടി രൂപയാണ്. ഈ നഷ്ടം തിരിച്ചുപിടിക്കാൻ കമ്പനികൾക്ക് സർക്കാർ കുറച്ചു സമയം കൂടി അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കാര്യമായി വർദ്ധിച്ചിട്ടും 2 മാസത്തോളം രാജ്യത്തെ എണ്ണവില വർദ്ധിപ്പിക്കാതെ കമ്പനികൾ വില സ്ഥിരത നിലനിർത്തിയിരുന്നു. അമേരിക്കയും ഇറാനുമായുള്ള സമാധാന കരാറിന്റെ ഭാവിയും ഉടൻ എണ്ണവില കുറയ്ക്കുന്നതിൽ നിന്ന് കമ്പനികളെ പിന്തിരിപ്പിക്കുന്നു. യുദ്ധം അവസാനിപ്പിച്ച് ഹോർമൂസ് തുറന്നെങ്കിലും ഏതു നിമിഷം വേണമെങ്കിലും വീണ്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടാവുമെന്നും ഹോർമൂസ് അടയ്ക്കാമെന്നും എണ്ണ കമ്പനികൾക്ക് ആശങ്കയുണ്ട്. എണ്ണവിലയിൽ ഉടൻ കുറവ് വരുത്തിയില്ലെങ്കിലും LPG വിലയിൽ നേരിയ കുറവെങ്കിലും വരുത്തുമെന്ന് കേന്ദ്രം എണ്ണ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. വാണിജ്യ സിലിണ്ടർ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കുന്നതായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 700 കോടി രൂപ വരെ നഷ്ടമുണ്ടെന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നത്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സാഹചര്യത്തിൽ പുതുക്കിയ കണക്കുകൾ കേന്ദ്രം പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ 3 പൊതുമേഖലാ കമ്പനികളും നിലവിൽ മികച്ച ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. പെട്രോൾ വിൽപ്പന ലാഭത്തിലായെങ്കിലും ഡീസൽ നഷ്ടത്തിലാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് വർദ്ധിച്ചത് കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി മെയ്യിൽ പെട്രോൾ ലിറ്ററിന് 7.5 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. വില നിയന്ത്രിക്കാൻ എക്സൈസ് ഡ്യൂട്ടിയിൽ 10 രൂപ കുറയ്ക്കാനും സർക്കാർ തയ്യാറായി. എന്നാൽ പുതിയ സാഹചര്യത്തിൽ പെട്രോൾ വില ഉടനൊന്നും കുറയ്ക്കില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കരുതുന്നത്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞെങ്കിലും അതിന്റെ നേട്ടം ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കാൻ കുറച്ച് ആഴ്ചകൾ കാത്തിരിക്കണം. രാജ്യാന്തര വിലയിൽ ഉണ്ടാകുന്ന മാറ്റം അന്നു തന്നെ ഇന്ത്യയിലെ വിലയിലും പ്രതിഫലിക്കണമെന്നില്ല. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചെങ്കിലും 2.5 മാസത്തിന് ശേഷമാണ് രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില കൂടിയത്. അതും വർധനയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഉപഭോക്താക്കളിലേക്ക് കൈമാറിയത്. എണ്ണ കമ്പനികളുടെ നഷ്ടം കുറയ്ക്കാൻ ഉയർന്ന വിലയിലെ വിൽപ്പന കേന്ദ്ര സർക്കാർ കുറച്ച് ദിവസങ്ങളും കൂടി അനുവദിച്ചേക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.